മദർഷിപ്പ് എത്തുകയാണ്. അതെ, മദർഷിപ്പ് എത്തുകയാണ്. അതെ, എന്താണ് അതിന്റെ വിശേഷങ്ങൾ? വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ലോകത്തിനായി സമർപ്പിക്കാൻ നമ്മൾ തയ്യാറെടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ശുഭമുഹൂർത്തത്തിൽ ജൂലൈ 11-12 തീയതികളിലാണ് ആദ്യത്തെ മദർഷിപ്പ് ഏകദേശം 2000-ലേറെ കണ്ടെയ്നറുകൾ വഹിച്ചുകൊണ്ട് നമ്മുടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ലക്ഷ്യമിട്ടുകൊണ്ട് വരുന്നത്. ചൈനയിലെ സിയാമിൻ തുറമുഖത്തിൽ നിന്നാണ് കപ്പൽ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, മെഴ്സ്കിന്റെ ചാർട്ടേഡ്, അതെ മെഴ്സ്ക് എന്നുള്ളത് ലോകത്തിലെ, അതെ അതെ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് ലൈനുകളിലൊന്നാണ്. അവരുടെ ഒരു ചാർട്ടേഡ് ഷിപ്പാണിത്. സാൻ ഫെർണാണ്ടോ എന്നാണ് കപ്പലിൻ്റെ പേര്. ഇപ്പോൾ കപ്പലിൻ്റെ ചിത്രങ്ങളും ഒക്കെ ഇപ്പോൾ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ചരക്ക് കൊണ്ടുവരുന്നത് 11-ാം തീയതി പുലർച്ചെയാണോ എത്തുന്നത്? അതെ 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 10-ാം തീയതി പാതിരാത്രി കഴിഞ്ഞാൽ എത്തും. അതെ, എത്തും. അപ്പോൾ സാധാരണഗതിയിൽ കപ്പൽ എത്തുമ്പോൾ നമ്മൾ നമ്മുടെ തുറമുഖത്തിൻ്റെ ഒരു ഔട്ടർ ചാനൽ എന്നുള്ളത്, അതായത് ദൂരക്കടലിൽ, ആഴക്കടലിൽ കപ്പൽ ഉണ്ടായിരിക്കും. അവിടെ വന്നതിന് ശേഷം നമ്മളുമായിട്ടുള്ള ആശയവിനിമയം, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആക്റ്റീവ് ആകും. അപ്പോൾ അത് നടന്നതിന് ശേഷം നമ്മുടെ തുറമുഖത്തിൽ നിന്നും ഒരു പൈലറ്റ് വെസൽ, നമ്മുടെ ഒരു പൈലറ്റ് വെസൽ ഈ പറയുന്ന ഔട്ടർ ചാനലിൽ പോയി ഈ കപ്പലിനെ അകമ്പടി സേവിച്ചുകൊണ്ട് നമ്മുടെ തുറമുഖത്തിലേക്ക് ആനയിച്ചു കൊണ്ടുവരികയാണ് ചെയ്യാറുള്ളത്. അത് എല്ലാ കപ്പലിനും അങ്ങനെ തന്നെ ആയിരിക്കും. അത് 11-ാം തീയതി. അതെ 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 അതെ. ഈ മെഴ്സക്കിന്റെ അകത്ത് ഈ കണ്ടെയ്നേഴ്സ് 2000 തിരുവനന്തപുരത്താണ് ഇറക്കാൻ പോകുന്നത്. അതെ അതെ 2000-ലേറെ കണ്ടെയ്നറുകൾ നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്ത് തന്നെയായിരിക്കും ഇറക്കുക. ഈ സാമാന്യ ജനങ്ങൾക്ക് വേണ്ടി ചോദിക്കുകയാണ്, ഈ എന്താണ് മദർഷിപ്പ്? അപ്പോൾ കപ്പലുകൾ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ മാരിടൈം ട്രേഡിൽ, അതായത് കടൽ മാർഗേനയുള്ള നമ്മുടെ ഒരു വാണിജ്യ മേഖല എടുത്ത് നോക്കിയാൽ അതിൽ ഒരു പക്ഷേ സമാനമായിട്ടുള്ള ഒരു ഉപമ വെച്ച് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹോൾസെയിലും റീറ്റെയിലും എന്ന് പറയുന്നത് പോലെ വേണമെങ്കിൽ നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാൻ സാധിക്കും. അപ്പോൾ മദർഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഹോൾസെയിൽ കട പോലെ ചിന്തിക്കുക. ബാക്കി ഫീഡർ വെസൽസ് എന്ന് പറയുന്ന ചെറിയ കപ്പലുകൾ ഒരു റീറ്റെയിൽ കട പോലെ ചിന്തിക്കുക. അപ്പോൾ ഒരു രാജ്യത്തിൽ നിന്നും മറ്റൊരു രാജ്യത്തിലേക്ക്, ഇപ്പോൾ ചൈനയിൽ ഉള്ള ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്നും അവിടെ നിന്നും ഉള്ള സാധന സാമഗ്രികൾ ഒരു പക്ഷേ യൂറോപ്പിലേക്കാണ് കൊണ്ടുപോകുന്നതെന്നിരിക്കുക. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ചൈനയിൽ നിന്നും ഈ പറയുന്ന മദർഷിപ്പ് അനേകം രാജ്യങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള അനേകം സാമഗ്രികൾ എടുത്തുകൊണ്ട് പല പല രാജ്യങ്ങളിൽ അതുകൊണ്ട് കൊടുത്തിട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഇപ്പോൾ വരുന്ന നമ്മുടെ മദർഷിപ്പ് എന്ന് പറയുന്നത് കുറേയേറെ കണ്ടെയ്നറുകൾ നമ്മുടെ ഭാരതത്തിൽ ഒരുപക്ഷെ കൊടുക്കാനുള്ള, അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ അടുത്തുള്ള മറ്റ് രാജ്യങ്ങളിൽ കൊടുക്കാനുള്ള സാമഗ്രികളായിരിക്കും, ചരക്കായിരിക്കും എടുത്തുകൊണ്ട് വരുന്നത്. അപ്പോൾ ഈ വലിയ മദർഷിപ്പിൽ ഇത് എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ തുറമുഖത്തിൽ ഇതെല്ലാം ഇറക്കി വെച്ചതിന് ശേഷം അതാത് സംസ്ഥാനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ അതാത് രാജ്യങ്ങളിൽ നിന്നുള്ള ചെറിയ കപ്പലുകൾ വന്ന് അവരവർക്ക് വേണ്ടുന്ന ചരക്ക് മാത്രം ഇവിടെ നിന്ന് തിരിച്ച് കയറ്റിക്കൊണ്ട് അത് പോകും. അപ്പോൾ ഒരു പോർട്ട് ഓഫ് ഒറിജിൻ ഉണ്ട്, ഒരു പോർട്ട് ഓഫ് ഡെസ്റ്റിനേഷൻ ഉണ്ട്, അതിൻ്റെ ഇടയിലുള്ള ഒരു പോർട്ട് ഓഫ് ട്രാൻസ്ഷിപ്മെൻറ്റും ഉണ്ടായിരിക്കും. അങ്ങനെ ഈ ചരക്കുകൾ ഈ 3 തുറമുഖങ്ങളിലൂടെയാണ് എത്തേണ്ടിടത്ത് എത്തിച്ചേരുന്നത്. ഇതൊരു ട്രയൽ റൺ എന്ന് വിശേഷിപ്പിക്കുന്നത് ആദ്യത്തെ ഇതെന്നുള്ള നിലയിലാണോ? അതെ, ട്രയൽ റൺ എന്ന് നമ്മൾ പറയാൻ കാരണം, ഒന്ന് നമ്മുടെ ഇപ്പോൾ 1-ാം ഘട്ട നിർമ്മാണത്തിൻ്റെ ഒരു അന്തിമഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഈ നിർമ്മാണ പ്രവൃത്തി, ഇതിൻ്റെ കോർ ഓപ്പറേഷൻസ് ഏരിയ എന്ന് പറയുന്നതിൻ്റെ പൂർണ്ണമായും നമ്മൾ ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. അതായത് പുലിമുട്ട്, ഇപ്പോൾ 2960 മീറ്ററിൻ്റെ പുലിമുട്ട് നിർമ്മാണം നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കണ്ടെയ്നർ ബെർത്ത് എന്ന് പറയുന്നത്, ഈ കണ്ടെയ്നർ ബെർത്തിലാണ് നമ്മുടെ കപ്പൽ വന്ന് അതിനോട് തൊട്ടാണ് നങ്കുരമിട്ട് നിൽക്കുന്നത്. അപ്പോൾ അത് 800 മീറ്ററിൻ്റെ കണ്ടെയ്നർ ബെർത്ത് നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ 400 മീറ്റർ ഇപ്പോൾ പ്രവർത്തന ആയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഇതിനോട് ചേർന്ന് അനുബന്ധമായിട്ടുള്ള യന്ത്രങ്ങൾ നമുക്കുണ്ട്, ക്രെയിനുകളുണ്ട്. ഇപ്പോൾ 31 ക്രെയിനുകൾ നമുക്ക് നമ്മുടെ തുറമുഖത്തിൽ വന്നു കഴിഞ്ഞു. ഈ ക്രെയിനുകളും ഈ പറയുന്ന സാമഗ്രികളെല്ലാം തന്നെ, ഈ യന്ത്രങ്ങളെല്ലാം തന്നെ പ്രവർത്തിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ സിസ്റ്റംസ് ഉണ്ട്, അതിൻ്റെ അൽഗോരിതംസ് ഉണ്ട്. ഇതെല്ലാം നിയന്ത്രിക്കുവാനുള്ള കൺട്രോൾ റൂമുകളുണ്ട്. അപ്പോൾ ഈ പറയുന്ന പ്രക്രിയയെല്ലാം വളരെ സുഗമമായും വളരെയധികം കൃത്യതയോടുകൂടിയും ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ യന്ത്രങ്ങളെല്ലാം തന്നെ അവയുടെ കാലിബ്രേഷൻ ആകട്ടെ, ഇപ്പോൾ എത്ര വേഗത്തിലാണ് ഒരു ക്രെയിൻ വന്ന് ഈ കപ്പലിൽ നിന്നും
ഈ ക്രെയിൻ ഈ ചരക്ക് പൊക്കിയെടുക്കുന്നത്, അല്ലെങ്കിൽ ഈ കണ്ടെയ്നർ പൊക്കിയെടുക്കുന്നത്, അത് എത്ര ഉയരത്തിലേക്കാണ് കൊണ്ടുപോകേണ്ടത്, തിരിച്ച് അപ്പോൾ ഈ പ്രക്രിയ ഒന്ന് സൂചിപ്പിക്കുകയാണെങ്കിൽ, ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മുടെ കപ്പലിനെ അകമ്പടി സേവിച്ചുകൊണ്ട് ചരക്ക് കപ്പൽ വരുന്നു, നങ്കുരമിടുന്നു. നങ്കുരമിട്ടതിന് ശേഷം അതിൽ ഒരു കണ്ടെയ്നർ എന്ന് പറയുന്നതിൻ്റെ വലിപ്പം എത്രയാണെന്ന് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അത്രയും വലിയൊരു കണ്ടെയ്നറിനെ നമ്മുടെ ഒരു ഷിപ്പ് ടു ഷോർ ക്രെയിൻ എന്ന് പറയുന്ന ആ ക്രെയിൻ സെമി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു ക്രെയിനാണത്. അപ്പോൾ ഈ ക്രെയിൻ ഈ ചരക്ക് കപ്പലിൽ നിന്നും പൊക്കിയെടുത്ത് ഈ ക്രെയിൻ്റെ തൊട്ട് കീഴേ ഒരു ട്രെയിലർ ട്രക്ക് അവിടെ ആ സമയത്ത് കൃത്യമായി ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ അനവധി ട്രെയിലർ ട്രക്കുകൾ ഉണ്ടായിരിക്കും. പക്ഷേ ഈ ക്രെയിൻ ഏത് ട്രക്കിലാണ് ഇത് വെക്കേണ്ടത് എന്നുള്ള ഇൻഫർമേഷൻ അതിന് നമ്മൾ ഈ കൺട്രോൾ റൂമിൽ നിന്നും പാസ് ഓൺ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അത് ഈ ട്രക്കിൽ കൊണ്ടുവച്ചതിന് ശേഷം ഈ ട്രക്ക് തൊട്ടപ്പുറത്തുള്ള യാർഡിലേക്ക് പോകും. യാർഡിലേക്ക് പോയതിന് ശേഷം അവിടെ മറ്റൊരു ചെറിയ ക്രെയിൻ ഉണ്ടായിരിക്കും, ഒരു ഷോർ ടു ഷോർ ക്രെയിൻ എന്ന് പറയും. അപ്പോൾ അത് ഫുള്ളി ഓട്ടോമാറ്റിക്കാണ് ആ ക്രെയിൻ. അപ്പോൾ ഈ ട്രക്ക് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ആ ക്രെയിൻ ഈ കണ്ടെയ്നർ എടുത്തുകൊണ്ട് ഈ പറയുന്ന കണ്ടെയ്നർ നമ്പറിന് ഏത് സ്ലോട്ടിലാണ് നമ്മുടെ യാർഡിൽ വെക്കേണ്ടത് എന്നുള്ളതും ഒരു അൽഗോരിതം വെച്ച് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ A6 ആണ് അല്ലെങ്കിൽ B27 ആണ് എന്നൊക്കെയുള്ളത് ഈ പറയുന്ന ക്രെയിനും അറിയാം, ഈ ട്രക്ക് ഓടിക്കുന്ന വ്യക്തിക്കും അറിയാം. അപ്പോൾ കൃത്യമായിട്ട് ആ സ്ലോട്ടിൽ കൊണ്ട് ഈ കണ്ടെയ്നർ ഇറക്കി വെക്കുന്നു. അപ്പോൾ ഈ പ്രക്രിയ മൊത്തം ഓട്ടോമേറ്റഡ് ആയിട്ടാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ അതെ ഏറ്റവും ആധുനിക രീതിയിലുള്ളതാണ്. ഭാരതത്തിൽ ആദ്യമായിട്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇത്രയും അത് നമ്മുടെ ഭാരതത്തിൽ തന്നെ വികസിപ്പിച്ചെടുത്ത ഒരു സോഫ്റ്റ്വെയറും കൂടിയാണ്. ഈ സാൻ ഫെർണാണ്ടോ വന്നു കഴിഞ്ഞാൽ എത്ര നേരം ഇവിടെ ഉണ്ടാവും? സാൻ ഫെർണാണ്ടോ വന്നു കഴിയുമ്പോൾ ഏകദേശം ഒരു 30 മണിക്കൂർ. അതെ. പിന്നീട് ഇതുപോലുള്ള കപ്പലുകൾ ഈ ഓണത്തിന് മുമ്പ് വരുമോ? അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ സാൻ ഫെർണാണ്ടോ വന്നു പോയതിന് ശേഷം തൊട്ടടുത്ത ദിവസം തന്നെ അതിൻ്റെ ആദ്യത്തെ ഒരു ഫീഡർ വെസലും നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ 13-ാം തീയതി തന്നെ ഫീഡർ വെസലും വരും. അല്ല, അത് പല സ്ഥലങ്ങളിൽ നിന്നും ഫീഡർ വെസലുകൾ വരും. അതിൻ്റെ ഷെഡ്യൂളും 13-ാം തീയതി തൊട്ടായി തുടങ്ങിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഈ ചെറിയ കപ്പലുകളും വന്ന് 13-ാം തീയതി മുതൽ ഇവിടെ ഇറക്കി വെക്കുന്ന ഈ ചരക്ക് എടുത്തുകൊണ്ട് പോകാനുള്ള കപ്പലുകളും തൊട്ടടുത്ത ദിവസം മുതൽ വരും. ഒപ്പം മറ്റ് കപ്പലുകളും മറ്റ് മദർഷിപ്സും മറ്റ് ഷിപ്പിംഗ് കമ്പനികളും ഒക്കെ നമ്മളെ ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ അവരുടെ കപ്പലുകളും നമ്മൾ തുടർന്ന് ഷെഡ്യൂൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ഓണത്തിന് നമ്മൾ കമ്മീഷനിങ് വെച്ചിരിക്കുന്നു, അന്നേരം ഒരു ഫസ്റ്റ് ഫേസ് പൂർത്തിയാവുക. അതെ. എന്തൊക്കെ അഡ്വാൻറ്റേജ് ആണ് അന്നേരം ഉണ്ടാവും? അതെ, അപ്പോൾ ഈ ഫസ്റ്റ് ഫേസ് പൂർത്തിയായതിനു ശേഷം ഞാൻ ഈ പറഞ്ഞ ഓരോ യന്ത്രങ്ങളും ഓരോ സോഫ്റ്റ്വെയറുകളും ഇതിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള സൂക്ഷ്മമായോ സ്ഥൂലമായിട്ടോ ഉള്ള ചില ഇടപെടലുകൾ നമുക്ക് കുറേ കൂടി കാര്യക്ഷമതയോടെ കുറേ കൂടി കൃത്യതയോടെ നമ്മുടെ പ്രവർത്തനം ഉറപ്പുവരുത്തുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ട്രയൽ റൺ എന്നുള്ളത് പറയുന്നത്. അതായത് ഒരേ സമയത്ത് നമുക്കിപ്പോൾ എത്ര ക്രെയിനുകളെ പ്രവർത്തിപ്പിക്കാൻ സാധിക്കും, അതിനുള്ള വൈദ്യുതിയുടെ ആവശ്യം, അല്ലെങ്കിൽ ഒരേ സമയത്ത് നമുക്ക് 2 കപ്പലുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് അതിനെ കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഈ 2 മദർഷിപ്പ് ഒരുമിച്ച് വന്നാൽ കൈകാര്യം ചെയ്യാൻ പറ്റുമോ? നമ്മുടെ ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ 400 മീറ്റർ ബെർത്താണ് നമുക്ക് ഇപ്പോൾ പ്രവർത്തന സജ്ജമായിട്ടുള്ളത്. ഈ ഓണത്തിന് മുൻപുള്ള സമയത്തോടു കൂടി 800 മീറ്റർ ബെർത്തും നമുക്ക് പ്രവർത്തന സജ്ജമാകും. ഈ 800 പ്രവർത്തന സജ്ജമാകുമ്പോൾ നമുക്ക് 2 കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. ലോങ് റണ്ണിൽ നമുക്ക് 4-5 മദർഷിപ്പുകൾ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ 2, 3, 4 ഘട്ടങ്ങളാണ് നമ്മൾ വിഭാവന ചെയ്തിരുന്നത്. അപ്പോൾ ഈ 2, 3, 4 ഘട്ടങ്ങളുടെ നിർമ്മാണം എന്ന് പറയുന്നത് 2045 കൂടി പൂർത്തീകരിക്കും എന്നുള്ളതാണ് നമ്മുടെ കരാർ പ്രകാരം വെച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ അതിനെ കുറച്ച് അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാലയെ കൂട്ടി നമ്മൾ ആ പ്രവർത്തനവും ആരംഭിക്കുകയാണ്. ഈ വർഷം തന്നെ ഈ ഓണത്തിന് അതിൻ്റെ കമ്മീഷനിങ് നടന്നു കഴിഞ്ഞാൽ അതിനുശേഷം ഏകദേശം ഡിസംബറോടുകൂടി മറ്റ് അനുമതികളെല്ലാം നമുക്ക് ലഭ്യമാകുന്നതോടെ നമുക്ക് ഈ വർഷം തന്നെ 2ാം ഘട്ടത്തിൻ്റെയും നിർമ്മാണ പ്രവർത്തനം നമുക്ക് ആരംഭിക്കാൻ സാധിക്കും. അങ്ങനെ സാധിക്കുന്ന പക്ഷം നമുക്ക് 2028 ഈ ഘട്ടങ്ങളുടെ എല്ലാം അനന്തര ഘട്ടങ്ങളുടെ എല്ലാം നിർമ്മാണം പൂർത്തീകരിക്കാനും സാധിക്കും.